ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഹോം ഷിഫ്റ്റിംഗ്. റെന്റിന് താമസിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. എന്തൊക്കെ സാധനങ്ങൾ മിസ്സാവുന്നും പല സാധനങ്ങൾ ഡാമേജ് ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം ഉണ്ണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഹോം ഷിഫ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തലവേദന എടുത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ടീമിനെ കേട്ടോ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇവന്റ് പോലെ ഇപ്പൊ നമുക്ക് ഹോം ഷിഫ്റ്റിങ്ങിനും ഒരു ടീമൊക്കെ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ആന്റി കേട്ടോ ഇവരെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. എല്ലാവരും നല്ല ടയേർഡായി കേട്ടോ. മാത്രമല്ല എന്താണെന്ന് അറിയത്തില്ല, ഇപ്രാവശ്യം നല്ല മഴയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വൈകി. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് കയറിയപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേർഡായി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കട്ടിനൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ആ പിള്ളേരാണെങ്കിൽ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അവർക്കാട്ടോ കൊടുത്തത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. വീട് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്തവർക്കൊക്കെ ഇവർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്ന് പറയാൻ ഇവർ എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് സാധനങ്ങൾ കയറ്റുന്നത്. ആ സാധനങ്ങൾ അതേപോലെ സേഫ് ആയിട്ട് എത്തിക്കുകയും ചെയ്യും. ഫാൻ ആണെങ്കിലും കട്ടിലാണെങ്കിലും അലമാരി ആണെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റ് സ്ഥലത്ത് വെച്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഉപകാരമാകുമെന്ന് പറഞ്ഞിട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം നമ്മളിത് പേയ്മെന്റിനാണ് ചെയ്തത്. എനിക്ക് എന്റെ പാപ്പനും കൊടുത്തും പുതിയ സ്ഥലത്തേക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് തന്നെ അതിനൊരു അറൗണ്ട് ഒരു 13 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഞങ്ങൾ ഒരിക്കലും നഷ്ടമായിട്ട് കാണുന്നില്ല. ഇതാ കണ്ടവരെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പകുതി ജോലി തീർന്നു എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ടീഷർട്ടിൽ തന്നെ അവരുടെ നമ്പർ ഉണ്ട് കേട്ടോ. അവരൊക്കെ പോയപ്പോൾ തന്നെ ഏകദേശം 3:30 ഇനി എനിക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വേണം രാവിലെ ഷൂട്ടിന് പോകണം. എല്ലാവരും നല്ല ടയർഡാണ്. അപ്പോൾ നമ്മുടെ പുതിയ ഫ്ലാറ്റ് നമുക്ക് നല്ലത് തന്നെ തരും, എല്ലാം നല്ലത് തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാറ്റാ ബൈ.